സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയാറുള്ളതിന് ആ വർദ്ധകം വെട്ടിയിട്ട് സൗന്ദര്യ നശീകരണ വസ്തുക്കൾ എന്ന് കൊടുക്കണം ശരിക്ക്. പുസ്തകം മറന്നാലും ഇതുപോലെ ബാഗിലുണ്ടാവും. അവരുടെ കയ്യിൽ ഒരു മിറർ, അത്യാവശ്യം ഉം. കയ്യിൽ ഒതുങ്ങുന്ന ഒരു മിറർ, പിന്നെ വേറെ കുറേ സംഗതികൾ. നമ്മൾ വളരെ കളിയാക്കുന്ന ആളുകളുണ്ട്. പുട്ടിയിടുക എന്നൊക്കെ പറയലുണ്ട്. ഈ പാൻറ്റൊക്കെ കീറിയ പാൻറ്റും കാര്യമൊക്കെ ഇട്ട് നടക്കുന്ന കുറേ ഫാഷൻ്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. എന്തുമാവാമെന്ന അന്തം കുറഞ്ഞ ചിന്തകളാണ് ചന്തം കളയുന്നത്. അതെ. ഡോണ്ട് ബി ഫാർ ഫ്രം റിയാലിറ്റി. ഉം. ജീവിതം ഒറിജിനലായിട്ട് ജീവിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ പുതിയ കാലത്ത് ഫേക്ക് ഐഡിയകളും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ നമ്മളെ തന്നെ ഫേക്ക് ആക്കരുത് എന്നൊരു വിഷയം. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഒട്ടനവധി ഉണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളുണ്ട്. ആരോഗ്യമുണ്ട്, സാമ്പത്തിക എന്താണോ ഉള്ളത് അത്. അതിൽ സൗന്ദര്യം എന്ന് പറയുന്ന സംഗതി പലപ്പോഴും ഞാൻ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന് പറയാറുള്ളതിന് ആ വർദ്ധകം വെട്ടിയിട്ട് സൗന്ദര്യ നശീകരണ വസ്തുക്കൾ എന്ന് കൊടുക്കണം ശരിക്ക്. ഞാൻ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പിന്നെ ചെറിയ പ്രായത്തിൽ പ്രത്യേകിച്ചും പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, അവർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ബാഗിൽ അവർ മറക്കാതെ കൊണ്ടുവരുന്ന സാധനം, പുസ്തകം മറന്നാലും ഇതുപോലെ ബാഗിലുണ്ടാവും. അവരുടെ കയ്യിൽ പിന്നെ ഒരു മിറർ, അത്യാവശ്യം കയ്യിൽ ഒതുങ്ങുന്ന ഒരു മിറർ, പിന്നെ വേറെ കുറേ സംഗതികൾ. നമ്മൾ വളരെ കളിയാക്കുന്ന ആളുകളുണ്ട്. പുട്ടിയിടുക എന്നൊക്കെ പറയലുണ്ട്. അപ്പം അങ്ങനെ ഞാൻ തീരെ പോരാ, നമ്മൾ അംഗീകരിക്കുകയാണല്ലോ അത്. ഞാൻ ഒന്നും ഇടാതെ എന്നാൽ ഇന്നെ തീരെ പോരാ എന്ന ഒരു അംഗീകാരം കൊടുക്കുന്ന രൂപത്തിലാണ് ഇത്. കുറേ പൈസ കൊടുത്ത് വാങ്ങുക, നമ്മുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കുക, എന്നിട്ട് ഫേക്കായിട്ട് നടക്കുക. നമുക്കുള്ള സൗന്ദര്യം ഒറിജിനലായിട്ട് നടന്നാൽ നമ്മൾ ശരിക്കും. ഇപ്പോൾ ഇന്നലെ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ടീച്ചർ കുട്ടിയോട് പറഞ്ഞു തന്നെ, വേറെ ടീച്ചർ പറഞ്ഞാണ്, ഇങ്ങനെയൊക്കെ ഇട്ട് നടന്നിട്ട് ഇതിൻ്റെ പിന്നാലെ ആൾക്കാർ വരുന്നുണ്ട്, ഓൻ പൊട്ടനാണ് എന്ന് പറയുന്നതാണ്. ഓന് ബുദ്ധിയില്ല. എന്തിനും പറയാ, അങ്ങനെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭംഗി എന്ന് പറയുന്നത് അള്ളാഹു തന്ന രൂപത്തിൽ ഒറിജിനലായിട്ട് തന്നെയുള്ള ഒരു സംഗതിയെ നമ്മൾ ഫേക്കാവാതിരിക്കുക. ബി ദ റിയൽ. ഇത് മറ്റുള്ള റീലുകളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നത് പോലെയുള്ള രീതിയിൽ നമ്മൾ മാറുമ്പോൾ നമ്മൾ ശരിക്കും അഭിനയിക്കണം. അല്ല, അത് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേകിച്ച് പുതിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചയുടെ ഏറ്റവും അധികം ശ്രദ്ധയും കോൺസെൻട്രേഷനൊക്കെ നിലനിൽക്കുന്നത് ഈ സ്ക്രീനിൻ്റെ അകത്ത്. അതെ അതെ അതെ. അപ്പം ചുറ്റുഭാഗത്തുള്ള നാച്ചുറലായിട്ടുള്ള ഒറിജിനൽ സൗന്ദര്യങ്ങളിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഒരാളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ പിന്നെ വീഡിയോ കാണുമ്പോൾ, അയാളുടെ ലൈഫിൽ അയാൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നിമിഷത്തെയാണ് അവൾ കാണുന്നത്, അല്ലെങ്കിൽ അവൻ കാണുന്നത്. എന്നിട്ട് അതുപോലെ കാണാൻ വേണ്ടിയിട്ട് അനുകരിക്കുക. അപ്പം അത് റീല് റിയൽ അല്ല എന്ന് എത്ര അറിഞ്ഞാലും ബുദ്ധി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു അവസ്ഥയാണ്. കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും സംഭവിക്കുന്നത് അതാണ്. ഇപ്പോൾ നേരത്തെ പിന്നെ ജസീൽ സാർ പറഞ്ഞല്ലോ, കുട്ടിയുടെ സൗന്ദര്യത്തെ കുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതിനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നൊരു ധാരണ ഇവിടെയുണ്ട്. ആളുകൾ അങ്ങനെയാണ് സൗന്ദര്യമുള്ളവൾ എന്ന് റീഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അവർ എവിടെയോ എഴുതി വച്ചിരിക്കുകയാണ്. പുതിയ കാലത്ത് നമ്മൾ പിന്നെ ഈ വിഷയം പറയുമ്പോൾ സ്ത്രീ ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഒരു ചരക്ക് എന്നുള്ള രൂപത്തിൽ അതിന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രൂപത്തിൽ ഈ ഒരു മുതലാളിത്ത ടീം ഇങ്ങനെ സ്ത്രീയെ പരിചയപ്പെടുത്തുകയും, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കോസ്മെറ്റിക്സ് കുറേ ആയിട്ട് പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇറക്കുകയും, ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ ഇത് വാങ്ങുകയും, എന്നിട്ട് വാങ്ങി ഉപയോഗിച്ചാലോ അതിൻ്റെ റിസൾട്ട് എന്താ വരുന്നത്, അവരുടെ ഹെൽത്തി ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നു. അല്ലേ, പല നമ്മൾ പ്രശ്നങ്ങളും. ശരിക്ക് നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ അവർ ഒറിജിനലായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു തന്മയത്വത്തോടു കൂടിയുള്ള എന്തൊരു ഭംഗിയുണ്ട്, തനിമ തനിമ ശരിക്കുള്ള. നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട്. പക്ഷെ അതില്ലാതെ അതിന് കൃത്രിമാക്കുമ്പോൾ ശരിക്കൊരു വൾഗറായിട്ടാണ് തോന്നുക. അതെ. പക്ഷെ പിശാച് ഖുർആൻ പറഞ്ഞല്ലോ, സുയ്യന ലഹും ഷൈത്താൻ, അയ്യോ. അവർക്കത് അലങ്കാരമാക്കി തോന്നി. ആ അലങ്കാരം, പിശാച് കൊടുക്കുന്ന അലങ്കാരം എത്രമാത്രം വികൃതമാണ് എന്ന് കുറേ കഴിയണം അവർക്ക് തിരിച്ചറിയുമ്പോഴേക്കും. ശരിക്ക് ഒറിജിനൽ സംഗതികൾക്ക് അതിൻ്റെതായ ഭംഗിയും അതിൻ്റെതായ ഒരു എന്തിനു പറയാ, ലാസ്റ്റ് ചെയ്യും, യെസ്. നിലനിൽക്കും. അതെ അതെ. മറ്റത് നിലനിൽക്കാത്തതാണ്. അപ്പോൾ ജെന്യൂനായി നിൽക്കുക, ജീവിതം ഫേക്ക് ആവാതിരിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതേ ചിന്ത തന്നെ പലപ്പോഴും ജീവിതത്തിൽ പലരും സ്വഭാവത്തിൽ ഫേക്ക് ആവുന്നു. അതെ. മുഖം ഫേക്ക് ആവുന്ന ആളുകൾ സ്വഭാവം പലതും ഹിഡൻ ചെയ്യും.
എന്നിട്ട് പുറത്തേക്ക് വേറൊന്ന് കാണിക്കും. ജീവിതം മുഴുവനും ഒരു തരം ഒരു മൂടി ഒരു മറയിട്ട് ജീവിച്ചിട്ട് അവസാനം ഇത് ചെയ്ത് അവസാനം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകാൻ കഴിയാതെ വരുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. പിന്നെ ജീവിതം അവസാനിക്കുന്നു. കാരണം സമൂഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വെറും മുഖം മാത്രമല്ല അവർ അതെ. സൗന്ദര്യമാക്കുന്നത്, മനസ്സുകൂടിയും അവരെന്ത് ചെയ്യാണ് ഈ വികൃതമാക്കുകയാണ്, ഈ രൂപത്തിൽ ഒരു ഹിഡൻ ഉണ്ടാക്കി വെക്കുകയാണ്. ശരിക്കും അവിടെ സൗന്ദര്യം ആവശ്യമുള്ളത് മനസ്സിനാണ്. മനസ്സിനാണ്. ഏത് സംഗതിയെയും ഇപ്പോൾ ജെന്യൂനായി നിൽക്കുമ്പോൾ തന്നെ സൗന്ദര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഒരാൾ മറ്റേതിലേക്ക് ആർട്ടിഫിഷ്യൽ സംഗതിയിലേക്ക് പോകില്ല. ഇപ്പോൾ ബോയ്സിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോഴേ ഓലെ മാത്രം നമ്മളിങ്ങനെ അതെ, അതെ, പറയാം, അതെ. ഫ്രീക്കന്മാരെന്ന് നമ്മൾ പറയുന്ന കുറേ ടീം എത്ര നല്ല ഭംഗിയുള്ള ആളുകളായിരിക്കും, പക്ഷെ ഓരോ ഈ മുടിയും ഇങ്ങനെ മറ്റേ ആക്കിയിട്ട് സാധനങ്ങളൊക്കെ വികൃതമാക്കുക. അതെ വീർത്തമാക്കാം. അവിടെ മുമ്പ് ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ ഇത് കണ്ടിട്ട് ഈ പാൻറ്റൊക്കെ കീറിയ പാൻറ്റും കാര്യമൊക്കെ ഇട്ട് നടക്കുന്ന കുറേ ഫാഷൻ്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. അവിടെ എന്തുമാവാമെന്ന അന്തം കുറഞ്ഞ ചിന്തകളാണ് ചന്തം കളയുന്നത് അതെ. ഒരു വരി. അപ്പോൾ ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല സൗന്ദര്യം അനുഗ്രഹം അല്ല കൊടുത്തിട്ടുണ്ട്. അതിനെ പോരാ 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 ഒരു മെൻറ്റാലിറ്റിയിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമ്പോൾ ഫാഷൻ സംഗതികൾ കാണുമ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മത്സരിക്കണം ആളുകൾ. അപ്പോൾ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ ഇതെന്ത് കട്ടാന്ന് ചോദിച്ചാൽ ഓൽക്കൊരു ലിസ്റ്റ് പറയാനുണ്ടാവും, എന്തൊക്കെ കട്ടാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് നമ്മളൊക്കെ ജസ്റ്റ് ഒരു മിലിറ്ററി രണ്ട് സാധനം കണ്ടിട്ടുള്ളൂ, അപ്പാച്ചി മിലിറ്ററി നമ്മളെ കാലത്ത് കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ കുട്ടികൾക്ക് ഓരോ കട്ടുകളും അവിടെ നിന്ന് കുറച്ച് പോയത് ഇവിടുന്ന് പോയത് ഒക്കെ ഒരു 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 അഭിനയ ലോകമാണ് യഥാർത്ഥത്തിൽ പല ആളുകളും, എല്ലാവരും ഇല്ല, പല ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ നമുക്ക് പരിഹാരം ചോദിച്ചു കഴിഞ്ഞാൽ, പാരൻസിന് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ഈ ഒരു ബോധം കൊടുക്കണം എന്നാണ്. അത് കൊടുക്കാത്തിടത്താണ് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. മോളെ നീ പോകുന്നത് നീ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ശരിക്കും അത് കാരണം അവിടെ പക്ക നല്ല ഫിത്രത്തിലാണ് കുട്ടി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ട് കുട്ടി ഉൾക്കൊള്ളും, മനസ്സിലാക്കും. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അഡോളസൻസിൽ എത്തുമ്പോഴേക്കും ഈ ഒരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവനെ ഉൾക്കൊള്ളാൻ പറ്റും. അതല്ലാതെ പിന്നെ അപ്പോഴൊന്നുമില്ലാതെ ഈ മായിക ലോകത്തിലൂടെ കുട്ടീനെ ഒരു നിർദ്ദേശങ്ങളോ ഒരു ഗൈഡ് ലൈൻസോ വേറെ ഒന്നും ഇല്ലാതെ അങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്ക് റേഡിയോൻ്റെ കൂടെ വരുന്ന നമ്മുടെ പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഖുറാൻ ക്ലാസ്സൊക്കെ കേട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ടാവും. കുറേ ആൾ രക്ഷിതാക്കളെ കുട്ടികളെ ശ്രദ്ധിക്കും, പഠിക്കും. അല്ലാത്തവർക്കാണ് ഇത് വളരെയധികം നമ്മൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇനിയായി കുറേ അകലങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു വിഷയം, ജീവിതം ഫേക്ക് ആവാതിരിക്കുക, അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ഇന്നത്തെ ഒരു ഭാഗത്ത് മാത്രം ഒതുക്കണ്ട, എല്ലാ തലത്തിലും നമ്മൾ ജെന്യൂൻ ആവുക അല്ലേ, റിയൽ ആവുക, റീലുകൾ വിട്ട് റിയൽ ആയിട്ട് പോകും. അതിൽ കൂടെ ഒരു സാധനം കൂടി വായിക്കാനുള്ളത്, ഡോണ്ട് ബി ഫാർ ഫ്രം റിയാലിറ്റി. റിയൽ ലൈഫിൽ നിന്ന് വളരെ അധികം പോകരുത്, അതിൽ തന്നെ നിൽക്കുക. ഇത് പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ വരുമ്പോൾ അത് പിന്നെ ഒരു രണ്ടാം കിടം എന്തേലും പറയല്, ഒരു സെക്കൻഡ് സംഗതി, മറ്റൊരു സംഗതിയായിട്ട് ഒറ്റ കാര്യം കൂടി പറയുന്നത്, അതുകൊണ്ടാണ് റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്നത്. ജീവിതം യാഥാർത്ഥ്യത്തിൽ എത്തുമ്പോൾ അവിടെ പകച്ചു പോവുകയാണ്. അവിടെ പല ചിന്തകൾ വരുന്നു. ഒന്നുകിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജീവിതം ഉള്ളതുപോലെ ജെന്യൂനായിട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫേക്ക് ആവാതിരിക്കുക, ഉള്ളതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഉള്ളതിൽ തൃപ്തിയടഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. പേരൻസും മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുക, മക്കളും ആ വിഷയത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക.